ട്വിൻ പ്രഗ്നൻസി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. എന്നാൽ ട്വിൻ ബേബീസ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് സന്തോഷം ഇരട്ടിയായിരിക്കും. ട്വിൻ ട്രിപ്ലറ്റ്സ് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മുടെ ബോഡി നേരത്തെ തന്നെ സിംറ്റംസ് കാണിക്കാറുണ്ട്. ട്വിൻ പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡി നേരത്തെ തന്നെ കാണിച്ചു തരുന്ന സിംറ്റംസ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ കാര്യം, നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻസി ടൈമിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ അതായത് HCG ലെവൽ ബ്ലഡിലും യൂറിനിലും കാണിക്കാറുണ്ട്. ഇത് 13 to 15% കൂടുതലായിരിക്കും ട്വിൻ പ്രഗ്നൻസിയിൽ. ഈ HCG ലെവൽ ബോഡിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ ട്വിൻ പ്രഗ്നൻസിയിലും കൂടുതലായിരിക്കും. HCG ലെവൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ പീരീഡ് തെറ്റുന്നതിന് 4-5 ദിവസത്തിന് മുമ്പ് തന്നെ പ്രഗ്നൻസി കാർഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് കാണിക്കാറുണ്ട്. ട്വിൻ പ്രഗ്നൻസിയിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചില ആളുകളിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങാറുണ്ട്. ട്വിൻ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും, നല്ല പെയിനും അതുപോലെ തന്നെ എൻലാർജ് ചെയ്തിട്ടുണ്ടാവും ബ്രസ്റ്റ്. ഏരിയോളയുടെ ആ ഭാഗത്തുള്ള നോർമൽ കളർ ഡാർക്ക് കളറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ മോർണിംഗ് സിക്നസ് ആയിട്ടുള്ള ഓർക്കാനും ഛർദിലും ഒക്കെ കൂടുതലായിരിക്കും. ചില ആൾക്കാരിൽ തലചുറ്റലും അനുഭവപ്പെടാറുണ്ട്. ഛർദിലും ഓർക്കാനും തലചുറ്റലും ഒക്കെ മോർണിംഗിൽ മാത്രമല്ല അല്ലാത്ത ടൈമിലും കണ്ടുവരാറുണ്ട്. അതുപോലെ ചില സ്മെല്ലൊക്കെ നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടായിരിക്കും തോന്നുക. ചില ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവും. നല്ല വിശപ്പുണ്ടാകും പ്രഗ്നൻസിയുടെ തുടക്കത്തിലൊക്കെ. ഭക്ഷണം കഴിച്ചാലും നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങും. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല ക്ഷീണവും തോന്നും. HCG ഹോർമോൺ പ്രൊജസ്ട്രോൺ ഒക്കെ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ വയറ്റിലെ ഗ്യാസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ട്വിൻ പ്രഗ്നൻസിയിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് നെഞ്ചരിച്ചിൽ കൂടുതലായിരിക്കും ഈ ടൈമിൽ. അതുപോലെ മൂഡ് ചേഞ്ചസ് കൂടുതലായിരിക്കും. ട്വിൻ പ്രഗ്നൻസിയിൽ ബാക്ക് പെയിൻ കൂടുതലായിരിക്കും. കാരണം പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ലെഗ്മെന്റ്സ് സോഫ്റ്റ് ആവുകയും സ്ട്രെച്ച് ആവുകയും ചെയ്യും ലേബറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്ട്രെയിൻ കൂടുതലായിട്ട് ലോവർ ബാക്കിലും പെൽവിസിലുമായിരിക്കും. എർലി പ്രഗ്നൻസി സിംറ്റംസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ട്വിൻ പ്രഗ്നൻസിയിൽ മാത്രമല്ല സിംഗിൾ ടൈം പ്രഗ്നൻസിയിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ട്വിൻ പ്രഗ്നൻസിയിൽ ഈ സിംറ്റംസ് ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ ഈ സിംറ്റംസ് ഒക്കെ നേരത്തെ തന്നെ കാണിക്കാനും തുടങ്ങും. ഈ രണ്ട് കാരണം കൊണ്ട് നമുക്ക് ട്വിൻ പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ട്വിൻ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. പ്രഗ്നൻസി ടെസ്റ്റിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണിച്ചാലും ഒരു 6 വീക്കിലുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ട്വിൻ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റും. എന്നാൽ ചില കേസിൽ നമുക്ക് 6 വീക്ക് സ്കാനിങ്ങിൽ ട്വിൻ പ്രഗ്നൻസി ആണെന്ന് അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്കാനിങ്ങിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അതുപോലെ ട്വിൻ പ്രഗ്നൻസിയിൽ നമ്മുടെ വയറിനുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ ടൈം പ്രഗ്നൻസിയിൽ ഉള്ളത് പോലെ തന്നെയാണ്. എന്നാൽ മൂവ്മെന്റ്സ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ബേബിയുടെ മൂവ്മെന്റ്സ് കുറച്ച് കൂടുതലായിരിക്കും. ട്വിൻ പ്രഗ്നൻസിയിൽ ചില ആളുകൾക്ക് ഭയങ്കര സിവിയർ ആയിട്ടായിരിക്കും സിംറ്റംസ് ഒക്കെ കാണിക്കുക. എന്നാൽ ചില ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസിയിൽ ഒരു ബേബി ആണെങ്കിലും ചില ആളുകൾക്ക് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്. അതുപോലെ HCG ലെവൽ വെച്ചിട്ട് നമുക്ക് ട്വിൻ പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാൻ കഴിയും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.